അനുഭവങ്ങളാണല്ലോ ജീവിതഗതി നിർണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അതിന്റെ ആഴവും തീവ്രതയും സ്വാധീനവും മാറ്റം സൃഷ്ടിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ തന്നെയായിരിക്കും. വെറുതെയല്ല അനുഭവം ഗുരു എന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചത്. നിങ്ങളെ ഏത് വിധത്തിൽ സ്പർശിക്കുമെന്നറിയില്ല, എങ്കിലും പറയട്ടെ. പുസ്തകങ്ങളിൽ പഠിച്ചറിഞ്ഞതും പ്രഭാഷണങ്ങളിലും മറ്റും കേട്ട് മനസ്സിലാക്കിയതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യം ഉൾക്കൊണ്ടാലും സമ്മതിച്ചാലും നമുക്ക് വിശ്വാസ ദൃഢത കൈവരിക്കാൻ നേരനുഭവങ്ങൾ ഏറെ സഹായകരമാണ് എന്നതാണ് വസ്തുത. ദാനധർമ്മങ്ങൾ വിപത്തുകളിൽ നിന്ന് രക്ഷയാകും. മനസ്സറിഞ്ഞ് ദാനം നൽകിയവന് ഇഹലോകത്ത് വെച്ച് തന്നെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പലയിടങ്ങളിൽ നിന്നും പഠിച്ചവരാണ് നാം. അർഹരാണെന്ന ബോധ്യവും അനുകൂല സാഹചര്യവും പലപ്പോഴും നമ്മെ നല്ലൊരു ദാനശീലനാക്കിയിട്ടില്ല എന്ന സത്യം തൽക്കാലം നമുക്ക് മറച്ചുവെക്കാം. കുറഞ്ഞു പോയേക്കുമെന്ന ഉൾവിളിക്ക് നമ്മൾ ചെവിയോർത്തിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം പക്ഷെ സമ്മതിക്കാൻ നമ്മൾ തയ്യാറല്ല. ദൃഢവിശ്വാസത്തിന്റെ അഭാവം പ്രകടമാക്കുന്ന നിരവധി ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണിത്. എനിക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ രോഗബാധിതനായി. ഒരു നാട്ടാചാരം പോലെ ഞാനും അദ്ദേഹത്തെ സന്ദർശിച്ചു. വളരെ ദുഷ്കരവും പ്രയാസകരവുമായ സാഹചര്യമാണ് അദ്ദേഹം നേരിടുന്നത് എന്നെനിക്ക് ബോധ്യമായി. ഒരു മദ്രസ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ജീവിത ചെലവിന് അത്യാവശ്യമായി കയ്യിൽ കരുതിയ സംഖ്യ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. നിറകണ്ണുകളോടെ അദ്ദേഹം അത് നിരസിച്ചു. എനിക്ക് മുന്നോട്ടൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അത് വാങ്ങാൻ കൂട്ടാക്കാതിരുന്നത്. സത്യം പറഞ്ഞാൽ നിർബന്ധപൂർവം അത് ഏൽപ്പിച്ച് വട്ടപൂജ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നും തിരിച്ചിറങ്ങിയത്. എനിക്ക് പിറകിൽ ആ കൂട്ടുകാരന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞ പ്രാർത്ഥന ഞാൻ അപ്പോഴനുഭവിച്ചു. നിങ്ങൾ അറിയണം, അന്നത്തെ അസ്തമയം എനിക്കായി കരുതി വെച്ചത് ഞാൻ നൽകിയതിന്റെ കൃത്യം 10 ഇരട്ടിയാണ്. ഈ സന്തോഷം ഞാൻ അദ്ദേഹവുമായി അപ്പോൾ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം മണ്ണോട് ചേർന്നെങ്കിലും ആ ഒരു അനുഭവം എന്നോടൊപ്പം ഇന്നും ജീവിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരിക്കൽ സമാനമായ മറ്റൊരു അനുഭവം കൂടി എന്നെ തേടിയെത്തി. കൊടുത്തതിന്റെ കൃത്യം 10 ഇരട്ടി 12 മണിക്കൂർ തികയും മുമ്പ് എന്റെ കൈകളിൽ വന്നണഞ്ഞു. കുറച്ചധികം നൽകാമായിരുന്നുവെന്ന് വെറുതെ ഞാനൊന്ന് ആലോചിച്ചു പോയി. വല്ലവനും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം വർദ്ധിപ്പിച്ചു നൽകുമെന്ന് തിരുവചനമുണ്ട്. ഇതൊന്നും മുത്തുനബി വെറുതെ പറയുന്നതല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറമാണ് എല്ലാ നിലക്കും ഗുണപ്രദമായിട്ടുള്ളത്. അവിടേക്ക് നീക്കിവെക്കുന്ന ഇരട്ടി പ്രതിഫലങ്ങൾ വളരെ ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും. ദാനധർമ്മങ്ങളുടെ മാസമാണ് കടന്നു വരുന്നത്. അനർഹരായ സ്വീകർത്താക്കളുടെ ആധിക്യം ഒരു വലിയ പ്രശ്നമായി ഉത്ഭവിക്കുന്നുണ്ട്. അർഹരായവർ മാറ്റി നിർത്തപ്പെടുകയും അനർഹർ തടിച്ചു കൊഴിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. സ്ഥാപനങ്ങളുടെയും മറ്റും പേരിൽ പ്രവാസ ലോകത്തേക്ക് കടന്നു വരുന്നവരോട് സ്നേഹപൂർവം ഒരു കാര്യം ഉണർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പല പ്രവാസികൾക്കും നിങ്ങളെ തീരെ ഇഷ്ടമില്ല. കമ്മീഷൻ വ്യവസ്ഥയിൽ പണം പിരിക്കുന്നവരോട് പ്രവാസിയുടെ വിയർപ്പ് നൽകാൻ പ്രയാസമുണ്ട് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നങ്ങളും കഠിനാധ്വാനങ്ങളും സേവനങ്ങളും വളരെ വലുതാണ്. എന്നാൽ നിങ്ങളുടെ കമ്മീഷൻ അതിനേക്കാൾ വലുതാണ് എന്ന് പച്ചയായി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹലാലാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നത് സ്ഥാപനങ്ങളും അതിലെ അന്തേവാസികളുമാണ്. അറിവും തിരിച്ചറിവും രണ്ടും തന്നെയാണ്. സ്നേഹാശംസകളോടെ മലേഷ്യയിൽ നിന്നും ഫൈസൽ.